ഈ വടക്ക് നോക്കി യന്ത്രം ചെയ്യാതിരുന്ന സത്യനന്ദിക്കാൻ വിഷമായോ? ഉച്ച ഒരു 12 മണിയായപ്പോൾ മമ്മൂട്ടിയുടെ ഒരു ഫോണ്. മമ്മൂട്ടി അപൂർവമായിട്ട് എന്നെ വിളിക്കാറുള്ളൂ. പുള്ളിയെ വിളിച്ച് അഭിനന്ദിച്ചില്ല. ഓ, അതാണ്. അതുകൊണ്ട് എന്നെ വിളിക്കുകയാണ്. അജയ് ദേവ്ഗണിന്റെ നമ്പർ കിട്ടിയില്ല. രണ്ടുപേരും ഒന്നിച്ചില്ല വിളിക്കാൻ പറ്റും. അപ്പൊ ഇയാള് അവിടെ ശ്വാസത്തിലേക്ക് ഒറ്റ അടച്ച മമ്മൂട്ടി കേരള ഞെട്ടിപ്പോയി. കേരള ആ ഞെട്ടെന്ന് മരിക്കുന്നവരെ എന്നെ വളർന്നിട്ടില്ല. നിങ്ങൾ തമ്മിലുള്ള ഒരു അഭിനയം എന്ന് പറഞ്ഞാൽ ജനത്തിന് ഭയങ്കര ഇഷ്ടമാണ്. മോഹൻലാലും ശ്രീനിവാസനും ഈക്വേഷൻ എങ്ങനെ രൂപപ്പെട്ടു? എങ്ങനെയാണ് മോഹൻലാലിൻ്റെ അടുത്ത് വർക്ക് ചെയ്യുന്നത്? അവാർഡ് കിട്ടിയപ്പോൾ ഞെട്ടിപ്പോയോ? അതുവരെ അങ്ങനെയല്ല. അതുവരെ അടൂർ ഗോപാലകൃഷ്ണൻ, പത്മരാജൻ, ഏറിയ പത്മരാജൻ വരെ ആണല്ലോ. വടക്ക് നോക്കി അന്ന് ഞാനല്ല ഞെട്ടിയത്, കേരളത്തിൽ ബുദ്ധിജീവികൾ കുറെ ഞെട്ടി. ഞങ്ങളെല്ലാം ഞെട്ടി കൂട്ടത്തില്ല. അതുകൊണ്ട് ചോദിച്ചത്. ഞങ്ങളൊക്കെ ഞെട്ടി കൂട്ടത്തില്ല. ബുദ്ധിജീവിയാണല്ലോ. അന്ന് ബുദ്ധിജീവി അന്ന് അടിക്കുന്ന കാര്യമാണ്. ആ സമയത്ത് എല്ലാവരും ബുദ്ധിജീവിയാണെന്ന് അടിക്കുന്നൊരു പ്രായം. ലെനിൻ രാജേന്ദ്രനൊക്കെ MS സത്യുവിനെ പോയി തെറി വിളിക്കാൻ പോയി. അല്ല, ആ സമയത്ത് MS സത്യുവായിരുന്നു ചെയർമാൻ. സത്യമായിരുന്നു. അതാ ചോദിച്ചേ. അത് കിട്ടിയപ്പം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയില്ലേ? ഞെട്ടി. ഞാൻ ഞെട്ടിയില്ല. ലെനിൻ രാജേന്ദ്രൻ പോലുള്ള പ്രതീക്ഷിച്ചില്ലല്ലോ. അവാർഡ് പ്രതീക്ഷിച്ചില്ലല്ലോ. അവാർഡ് പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമ്മളെല്ലാം അവാർഡ് തീരുമാനിക്കുന്നത്. അല്ല, എന്നാലും നമുക്ക് ഏകദേശം ഒരു സിനിമയ്ക്ക്, കാരണം അവാർഡ് കിട്ടുന്നത് അങ്ങനത്തെ സിനിമയ്ക്കല്ല. അതുവരെ ആ സിനിമ വരെ അവാർഡിന് വേണ്ടിയിട്ടാണല്ലോ മമ്മൂട്ടിയൊക്കെ അന്ന് പോയി അഭിനയിച്ചോണ്ടിരുന്നത്. TV ചന്ദ്രന്റെ പടത്തിലൊക്കെ അഭിനയിച്ചിരുന്നത് അവാർഡിന് വേണ്ടിയിട്ടാണല്ലോ. പുള്ളി പൈസ അങ്ങോട്ട് കൊടുത്തിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അല്ല, അപ്പോ ഈ ഞെട്ടല ശരിക്കും അക്ഷരാർത്ഥത്തിൽ. ഞാനൊരു സംഭവം ഇതിൻ്റെ ഇടയിൽ മമ്മൂട്ടിയുടെ ഒരു കാര്യം പറയാം. ഒരു വർഷം പിന്നെ ചിന്താവിഷയ ശ്യാമളയ്ക്ക് ഒരു നാഷണൽ അവാർഡുണ്ടായിരുന്നു. മമ്മൂട്ടിക്ക് അഭിനയത്തിന് നാഷണൽ അവാർഡുണ്ട്. മമ്മൂട്ടിക്ക് മാത്രമല്ല, അജയ് ദേവ്ഗണും മമ്മൂട്ടിയും കൂടി അവാർഡ് പങ്കിട്ട ഒരു വർഷം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടെ അവാർഡ് വിതരണത്തിന് മുമ്പ് ആ സദസ്സിലിരിക്കുകയാണ് ഡൽഹിയിൽ. അപ്പോൾ ആങ്കർ ചെയ്യുന്നയാള് പിന്നെ മമ്മൂട്ടിയെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ, അന്ന് പ്രസിഡന്റ് KR നാരായണൻ മമ്മൂട്ടിയെ പറ്റി പറയുമ്പോൾ ഞങ്ങളോട് പറയുകയാണ്, ദിസ് ഈസ് സെക്കൻഡ് ടൈം ഹീസ് ഗെറ്റിംഗ് സെയിം അവാർഡ് എന്ന് പറഞ്ഞു. അപ്പം ഇയാൾ അവിടെ ശ്വാസത്തിലേക്ക് ഒറ്റ അടച്ച മമ്മൂട്ടി KR നാരായണൻ ഞെട്ടിപ്പോയി. KR നാരായണൻ ആ ഞെട്ടെന്ന് മരിക്കുന്നവരെ എന്നെ വളർന്നിട്ടില്ല. എന്താന്നറിയാം, മൂന്നാമത്തെ KR നാരായണൻ പിന്നെ അസുഖം മാറിയില്ല. ഈ ഹാർട്ട് അറ്റാക്ക്. അയാൾ പേടിച്ചു പോയി. ഇയാളെ പോലത്തെ ഒരാള് നോന്നിട്ട് അലറല്ലേ, അയാൾ എന്തോ വെടിവെപ്പ് കൊണ്ട് വരുന്നുണ്ട്. ആങ്കറെ കൊണ്ട് തിരിച്ച് സോറി ഐ എം സോറി, ദിസ് ഇസ് തേർഡ് ടൈം ഹീസ് ഗെറ്റിംഗ് പറഞ്ഞു. ദിസ് ഇസ് തേർഡ് ടൈം മമ്മൂട്ടി പറഞ്ഞു. അത് ആങ്കർ ആവർത്തിച്ചു. ആങ്കർ ചെയ്യുന്നതാണ് പറയേണ്ടി വന്നു. അല്ല, നമ്മൾ പറഞ്ഞേ ആ അവാർഡ് ഭയങ്കര, അത് ഞാൻ പറഞ്ഞ അത് തോന്നിയില്ല. അവാർഡ് പ്രതീക്ഷിക്കാത്ത കൊണ്ടൊന്നും തോന്നിയില്ല എന്നത്. അല്ല, എനിക്ക് അന്നത്തെ വികാരം എനിക്ക് ഓർമ്മയില്ല. എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു എന്നല്ലാതെ അത്ഭുതമൊന്നും ഇല്ലായിരുന്നു. കിട്ടൂലെന്നും കിട്ടുമെന്നും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ഞാനൊരു നിസ്സംഗതയോട് കൂടിയിട്ടുള്ളൊരു ഇതായിരുന്നു. ഞാൻ പിന്നെ അതിനേക്കാൾ വലിയ പ്രശ്നത്തിൻ്റെ നടുവിൽ കിടന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാവം രാജകുമാരൻ്റെ എഴുത്ത്. അപ്പോഴാണ് ഈ വിവരം അറിയുന്നത്. അപ്പോൾ അതിൻ്റെ പൊരിഞ്ഞ പണിയിലായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെടാനും സന്തോഷിക്കാനും അധികം പറ്റാത്ത സമയം. അല്ല, മലയാള സിനിമയുടെ അവാർഡ് എന്ന് പറയുന്ന സാധനം മാറിയത് അപ്പോഴാണ്. അത് കഴിഞ്ഞ് പിന്നെ എല്ലാ സിനിമയ്ക്കും തുല്യ പ്രാധാന്യം. അത് വലിയൊരു ബ്രേക്കായിരുന്നു അല്ലേ? പിന്നെ എല്ലാ പടവും പരിഗണിക്കാൻ തുടങ്ങി. ഞാൻ പേപ്പറിൽ പിന്നീട് വായിച്ചത്, പിന്നെ ലെനിൻ രാജേന്ദ്രൻ MS
സത്യന്റെ അടുത്ത് വഴക്കുണ്ടാക്കിയെന്നൊക്കെ. അതുവരെ ഇവരൊക്കെ ആ സമയത്ത് 3-4 പടം ഉണ്ടാവും. കുറച്ച് പേർക്ക് അവകാശപ്പെട്ടതാണ്. അപ്പൊ അടൂർ ഇറക്കുവാണെങ്കിൽ മറ്റേ പത്മനാഭൻ ഇറക്കത്തില്ല, അല്ലെങ്കിൽ ആ സമയത്ത് അവരുടെ അനുവാദം ചോദിച്ചിട്ടേ നമ്മുടെ TV ചന്ദ്രൻ ഇറക്കും. അങ്ങനെ ഒരു ധാരണയിലാണ് പൊക്കോണ്ടിരുന്നത്. ഈ വർഷം അടൂരിനാണെങ്കിൽ അടുത്ത വർഷം പത്മനാഭന്റെ കൂടെ ഒരു കാര്യം കൊണ്ട് മമ്മൂട്ടിയുടെ ഒരു കാര്യം കൂടി പറയാം. അതായത് ഞാൻ തലേ ദിവസം അറിഞ്ഞു ഈ നാഷണൽ അവാർഡിൻ്റെ കാര്യം ആർക്കൊക്കെയാണെന്നുള്ളത്. പിറ്റേ ദിവസം പേപ്പറിൽ പിന്നെ അജയ് ദേവ്ഗണിൻ്റെ ഫോട്ടോ, മമ്മൂട്ടിയുടെ ഫോട്ടോ, എൻ്റെ ഫോട്ടോ, ചിന്താവിശേഷമ്മയുടെ സംഭവം പറ്റിയിട്ട് ഇതൊക്കെ വന്നു. അപ്പോൾ അന്ന് ഞാൻ വീട്ടിലാണ് ഉള്ളത്, കൂത്തുപറമ്പിൽ. ഇങ്ങനെ നിൽക്കുമ്പോൾ ഉച്ച ഒരു 12 മണിയായപ്പോൾ മമ്മൂട്ടിയുടെ ഒരു ഫോണ്. മമ്മൂട്ടി അപൂർവമായിട്ട് എന്നെ വിളിക്കാറുള്ളൂ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓടി. പുള്ളി ഇതെന്താ പിന്നെ പെട്ടെന്ന് വിളിക്കാൻ കാരണം ഞാൻ ഈ പേപ്പറുകളൊക്കെ കണ്ടു കാണില്ല. എന്നിട്ട് പുള്ളിയെ വിളിച്ച് അഭിനന്ദിച്ചില്ല. അതാണ്. അതുകൊണ്ട് എന്നെ വിളിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പിടികൊടുക്കൂല എന്ന് തീരുമാനിച്ചു. മനസ്സിലായില്ലേ? മനസ്സിലായി. എന്നിട്ട് എന്നോട് ചോദിക്കണം പുള്ളി, പിന്നെ എന്താ ഇവിടെ ഇങ്ങനെ കൂടിയിട്ട് എന്താ പരിപാടി? ഞാൻ പറയുന്നില്ല, ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഒറ്റപ്പാലത്തേക്ക് പോകണം. പിന്നെ പറയുന്നുണ്ട് വിശേഷം. ഞാൻ പറഞ്ഞു ഒറ്റപ്പാലത്ത് ഞാൻ പോണ്ടിച്ചേരി പോവും. ഈ വിഷയത്തിലേക്ക് വരുന്നില്ല. പല രീതിയിൽ മറ്റേ പായസം കിട്ടാത്ത പോലെ. എന്നിട്ട് അപ്പൊ പുള്ളി പിന്നെ കുറെ ഞാൻ അല്ല വേറെ എന്തൊക്കെയുണ്ട് വിശേഷം. ഞാൻ പറഞ്ഞ് പോണ്ടിച്ചേരി ഞാൻ ചെന്നൈയിലൊന്ന് പോകും. അപ്പോൾ പിന്നെ എന്നെ കുറച്ച് തെറി പറഞ്ഞു പുള്ളി. എന്നെ പറയാനുണ്ട്. പറഞ്ഞിട്ട് പേപ്പർ കണ്ടില്ലേ? ഞാൻ പറഞ്ഞു ഓ സോറി ഏട്ടാ, ഞാൻ പിന്നെ നിങ്ങളെ പേപ്പർ കണ്ടപ്പോൾ നിങ്ങളെ വിളിച്ച് അഭിനന്ദിക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എനിക്കൊരു പ്രശ്നം പറ്റി. അജയ് ദേവ്ഗണിൻ്റെ നമ്പർ കിട്ടിയില്ല. രണ്ടുപേരും ഒന്നിച്ചില്ല വിളിക്കാൻ പറ്റും. അപ്പോൾ എന്നെ കുറേ തെറി. ഈ അജയ് ദേവ്ഗണിൻ്റെ തമാശ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. പല ആൾക്കാരും എന്നെ വിളിച്ച് പറഞ്ഞു, നിങ്ങളിങ്ങനെ പറഞ്ഞോ? ഞാൻ പറഞ്ഞു അല്ല, പുള്ളി നമ്മളെ വിളിച്ച് പറഞ്ഞു നമ്മുടെ ഓരോ സുഹൃത്തുക്കളൊക്കെ ഇമാതിരിയാണ്, അഭിനന്ദിക്കുന്നതിന് പകരം അജയ് ദേവ്ഗണിൻ്റെ നമ്പർ കിട്ടിയില്ലത്ര. ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാ പറഞ്ഞത്. ഇതൊക്കെ ആണെങ്കിലും ഇവരെല്ലാം തമ്മിലൊരു നല്ല അടുപ്പമല്ലേ? ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയാറുണ്ടെങ്കിലും അതെ അല്ലേ, എല്ലാവർക്കും അങ്ങോട്ടൊരു അടുപ്പില്ലേ? ആരോടും വിരോധം ഉണ്ടല്ലോ? ഇല്ല, ആരോടും വിരോധം ഇല്ലല്ലോ. എനിക്ക് വിരോധം ഉണ്ടാവാൻ വഴിയില്ല. കാരണം ഞാൻ എൻ്റെ മനസ്സിലൊന്നും സൂക്ഷിക്കാറില്ലല്ലോ. അപ്പൊ പറഞ്ഞു തീർക്കുമല്ലോ. എന്തെങ്കിലും അപ്പോൾ ദേഷ്യം തോന്നിയിട്ടില്ല, അപ്പം തന്നെ തീർക്കും. ഈ 2 സിനിമയും സക്സസ് ആയി, ചിന്താവിശേഷാവളയായി, വടക്ക് നോക്കിയെത്തുക. എന്തുകൊണ്ട് പിന്നെ സംവിധാനം വിട്ടു? സംവിധാനം വിട്ടത് ഇതുകൊണ്ട് തന്നെ. ഞാൻ ഒറ്റയ്ക്ക് ഈ പടത്തിൻ്റെ കഥ ആലോചിച്ച് എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച് എഡിറ്റ് ചെയ്ത് പരസ്യവാചകം എഴുതി പടം തിയേറ്ററിൽ എത്തിക്കുന്നത് വരെയുള്ള സകല പണിയും ഒറ്റയെടുത്തം ചെയ്യണം. അത് എനിക്കത്ര പറ്റില്ലെന്ന് എനിക്ക് തോന്നി. അത്രമാത്രം കഷ്ടപ്പെടാൻ വയ്യ. ആവശ്യമില്ല. അതുകൊണ്ടാണ് നിർത്തി വെച്ചത്. പലരും പടം സംവിധാനം ചെയ്യണമെന്ന് വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും ചെയ്തേക്കാം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സ്ഥിരമായിട്ട് സംവിധായകൻ്റെ മേലങ്കി അണിഞ്ഞ് നടക്കാൻ ഞാൻ ഉണ്ടാവില്ല, ഉറപ്പാ. ഈ വടക്ക് നോക്കി യന്ത്രം ചെയ്യാതിരുന്ന സത്യനന്ദിക്കാൻ വിഷമമായോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഇല്ല. സത്യനോട് പറഞ്ഞോ ചെയ്യാൻ പോകുന്ന പറഞ്ഞിട്ട് ചെയ്ത്? അപ്പൊ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതെ. വല്ല ആദ്യത്തെ പടമല്ലേ, സഹായം വല്ലതും കിട്ടിയോ? സത്യൻ എന്തെങ്കിലും സഹായം വല്ലതും നൽകിയോ പടത്തെ ചെയ്യാനായിട്ട്? അതെനിക്ക് അങ്ങനെ, ഞാൻ പ്രിയനുമായിട്ടാണ് അതിൻ്റെ
അവസാന ഘട്ടത്തിൽ ചർച്ച ചെയ്ത പ്രിയദർശനായിട്ട്. പ്രിയനുമായിട്ട് വളരെ അടുപ്പം അല്ലേ? അതെ. ഈ സിനിമയിൽ ആരാ ഏറ്റവും കൂടുതൽ ഈ സിനിമ ഫീൽഡിൽ ആരുമായിട്ട് അത്ര അടുപ്പം ഉള്ളത്? അല്ല, പ്രിയനും സത്യനൊക്കെ തന്നെയാണ് എൻ്റെ പ്രധാനമായിട്ട് അടുപ്പമുള്ള. അവരോട് വഴക്കുണ്ടാക്കിയിട്ട് വന്നിട്ടില്ല? അവരോട് ആലമ്പുണ്ടാക്കിയിട്ട് വന്നിട്ടില്ല? അങ്ങനെ കുറച്ച് പേരേ ഉള്ള വഴക്കുണ്ടാക്കാത്ത. അല്ല, ഈ പ്രിയന്റെ സിനിമ സ്റ്റൈലും ശ്രീനിയേട്ടൻ്റെ സിനിമ സ്റ്റൈലും ടോട്ടലി ഡിഫറെൻ്റാണ്. പക്ഷെ നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ഈ ഒരു ഇക്വേഷനിൽ പോകുന്നത്? എന്താണ് അതിൻ്റെ? പ്രിയൻ എന്നെ അത്ഭുതപ്പെടുത്തുന്ന പല സിനിമകളും ചെയ്തിട്ടുള്ള ആളാണ്. ഉദാഹരണത്തിന് ചന്ദ്രലേഖ. അതിൻ്റെ കഥ നല്ലതാണോ അല്ലയെന്നല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ ചില സീനുകളുണ്ട് മറ്റ് സംവിധായകർ ചെയ്യാൻ ഭയപ്പെടുന്ന, ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒരുപാട് സീനുകൾ ചന്ദ്രലേഖയിലുണ്ട്. ഉദാഹരണത്തിന് ഞാനും മോഹൻലാലിൻ്റെ ക്യാരക്ടർ, എൻ്റെ ക്യാരക്ടർ ഇങ്ങനെ നിൽക്കുന്നു. പക്ഷെ മറ്റു കഥാപാത്രങ്ങൾ രണ്ടുപേരും രണ്ടർത്ഥത്തിലാണ് കാണുന്നത്. അതെ, അതെനിക്ക് ഭയങ്കര ഒരു ബഹുമാനതയുണ്ട് പ്രിയനോട്. അങ്ങനെ അപ്രതീക്ഷിതമായ രീതിയിൽ അതുപോലെ പൊള്ളാച്ചിയിൽ ഷൂട്ട് ചെയ്ത് തേന്മാവിൻ ഭയങ്കരം. അത് അതിൽ പല കാര്യങ്ങളും എനിക്ക് അതേപോലെ പ്രിയനോട്ട്. പ്രിയ ആ സിനിമയ്ക്ക് വേണ്ടി ഷൂട്ടിങ്ങിന് ഞാൻ ചെന്നപ്പോൾ അത് എഴുതിയത് പ്രിയൻ തന്നെയാണ്. നന്നായി എഴുതിയിട്ടുണ്ട്. എന്നോട് പറഞ്ഞ് ഇതിൽ ശ്രീനി അഭിനയിക്കുന്ന ക്യാരക്ടർ ഒരു ആദിവാസിയുടെ ഇതാണ്. അതുകൊണ്ട് അതിന് ജെന്യുനായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ എവിടെയെങ്കിലും നല്ല ആദിവാസികളെ അടുത്ത് പരിചയപ്പെട്ടിട്ട് അവരുടെ സംഭാഷണമൊക്കെ മനസ്സിലാക്കാൻ പറ്റിയാൽ അത് ആ ഒരു സംഭാഷണം നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നാട്ടിൻ്റെ അടുത്തുള്ള ഷൂട്ടിങ്ങിന് മുമ്പ് നാട്ടിനടുത്ത് കണ്ണവം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഒരു ആദിവാസി കോളനിയൊക്കെ ഉള്ള സ്ഥലം, ഒരുപാട് ഏറിയുള്ളൊരു വനപ്രദേശമാണ്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരെ പിടിച്ച് ഞാൻ ഒരു ദിവസം കണ്ണവത്തേക്ക് പോയി, ചില നാട്ടിലെ രാഷ്ട്രീയക്കാരുടെയൊക്കെ സഹായത്തോടെ. അങ്ങനെ കണ്ണവത്ത് പോയി പല ആദിവാസി വീടുകളിലും ആൾക്കാരായിട്ട് സംസാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ നന്നായ ഭാഷ അവർ സംസാരിക്കും, മലയാളം നമ്മളോട് സംസാരിക്കുന്നത്. അപ്പം ഞാൻ വന്ന് പ്രിയനോട് പറഞ്ഞ് രക്ഷയില്ല പ്രിയ. അപ്പം പ്രിയ ചോദിച്ചപ്പോൾ എന്തെങ്കിലും ഒരു ഭാഷ, ഒരു പടു ഭാഷയാണ് സ്വന്തത വഴി. അപ്പോൾ ഞാൻ ചെറുപ്പകാലത്ത് എൻ്റെ നാട്ടിൽ ആൾക്കാരുപയോഗിക്കുന്ന ഭാഷയുണ്ട്, അത് ഇപ്പോൾ നമ്മൾ പോലും ഉപയോഗിക്കില്ല. ആ ഭാഷയാണ് ഞാൻ ആ ക്യാരക്ടറിന് വേണ്ടി ഉപയോഗിച്ചത്. അങ്ങനെയായിരുന്നു. ഈ പക്ഷേ സത്യനന്ദിക്കാടുമായിട്ടായിരുന്നു സിനിമ ചെയ്യാം. അതെന്താണ്? അത് നമ്മുടെ ടോണിന് പറ്റുന്നത് കൊണ്ടാണല്ലേ? അന്ന് രണ്ടുപേരും ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുള്ളി പറയുന്നത് എനിക്ക് മനസ്സിലാവണം, ഞാൻ പറയുന്നത് പുള്ളിക്ക് മനസ്സിലാവണം. ഈ കൊടുക്കൽ വാങ്ങൽ രണ്ടുപേരുടെ കേസിലും ഒരുപോലെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ പടങ്ങൾ ചെയ്തത്, ഇവരുടെ പടങ്ങൾ. ഈ നാടോടുകാറ്റാണെങ്കിലും പട്ടണപ്രവേശമാണെങ്കിലും അക്കരെ അതൊക്കെ ഒരു ഇൻസ്റ്റന്റ് ഹിറ്റാണ്. ഒരു പടം ഇറങ്ങിയാൽ നമുക്ക് ഉറപ്പാണ് അടുത്ത് ഇറങ്ങും. അത് മാത്രമല്ല, ഈവൻ തേന്മാവിൻ കൊമ്പത്തിൽ വരെ ഈ നിങ്ങൾ തമ്മിലുള്ള ഒരു അഭിനയം എന്ന് പറഞ്ഞാൽ ജനത്തിന് ഭയങ്കര ഇഷ്ടമാണ്. മോഹൻലാലും ശ്രീനിവാസനും ഈ ക്വസ്റ്റൻ എങ്ങനെ രൂപപ്പെട്ടു? എങ്ങനെയാണ് മോഹൻലാലിൻ്റെ അടുത്ത് വർക്ക് ചെയ്യുന്നത്? മോഹൻലാൽ പിന്നെ യാതൊരുവിധ ഇങ്ങനത്തെ അഹങ്കാരം ഇല്ല. അഭിനയിക്കുന്ന വളരെ വിനയത്തോടുകൂടി ഇതിനെ സമീപിക്കുന്ന ഒരു മനസ്ഥിതി പുള്ളിക്കുണ്ട്. എല്ലാവരോടും
കഥയോടും സിനിമകളോടും എല്ലാം തന്നെ പുള്ളിയും കൂടി ചെയ്ത് ശരിയാക്കേണ്ട ഒരു വിഷയമാണ് എന്നുള്ള ബോധമുണ്ട്. ഞാനായിട്ടൊക്കെ ചില ദിവസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ പുള്ളി ഒരിക്കലും അതൊരു വൈരാഗ്യമായിട്ട് ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയാവുന്ന ഒരു കുറ്റമായിട്ട് ഇല്ല, പറയാറില്ല. നിങ്ങളുടെ ഇക്വേഷൻ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അത് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോഴും ഈ ദാസനും വിജയനും ഒക്കെ ആയിട്ട് അഭിനയം, അതൊക്കെ വലിയ മലയാളം മറക്കാത്ത കഥാപാത്രമാണ്. ഇതൊക്കെ നിങ്ങൾ ഫീൽ ചെയ്ത് നിങ്ങൾ ആ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു അഭിനയിക്കണം? അതോ ചില സിനിമയിലൊക്കെ തിലകനും KPS ലളിതയും ഒരുമിച്ച് അഭിനയിച്ചാൽ മിണ്ടത്തില്ലായിരുന്നു പറയുന്നത്, അവർ രണ്ടുപേരും പരസ്പരം. അത് വെച്ച് നോക്കുമ്പോൾ മോഹൻലാലും തമ്മിലുള്ള ഇക്വേഷൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ എന്ത് വിഷയമുണ്ടായാലും ഇങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാവാറേ ഇല്ല. ഞാൻ വലിയ നടനാ എന്ന തോന്നൽ മോഹൻലാലിനില്ല, അശേഷമില്ല, ആരോടും ഇല്ല. ഇല്ല, ആരോടും ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളേ ഇല്ല. പിന്നെ നിങ്ങളുടെ സൗഹൃദം, നിങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്, ഇപ്പോഴും വിളിക്കാറൊക്കെ ഉണ്ട് പറ്റും? ഇടയ്ക്ക് എന്തോ അഭിമുഖത്തിൽ എന്തോ പറഞ്ഞിട്ട് പിണക്കൊന്നും ഉണ്ടായില്ല? ഇല്ല ഇല്ല. അതിനെക്കുറിച്ച് ചോദിച്ചില്ലേ? ഇല്ല, ചോദിച്ചില്ല. ഇല്ല, ഞങ്ങനെ കടുപ്പത്തിലൊന്നും പറഞ്ഞില്ല. പക്ഷെ അത് വിവാദമായി. എങ്ങനെയാണ് അത് സ്റ്റേജിൽ വെച്ചിട്ട് മഴവിൽ മനോരമയുടെ സ്റ്റേജിൽ എന്നെ പുള്ളി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യുന്ന പോലെ കാണിച്ച് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഏതോ പത്രക്കാരൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വെറുതെയുള്ള ആൾക്കാർ പുള്ളിയെ കംപ്ലീറ്റ് ആക്ടർ എന്ന് വിളിക്കുന്നത്. അത് പറഞ്ഞത് എൻ്റെ ഭാര്യയൊക്കെ എന്നെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു. സിനിമ ഇനി അങ്ങയുടെ സ്വപ്നം എന്താ? ഞാൻ നേരത്തെ കണ്ടുവെച്ച സ്വപ്നം കൂടി വേണമല്ലോ, അപ്പോൾ ബാക്കിയാവണമെങ്കിൽ. ഒന്നുമില്ല, ഒന്നുമില്ല, കണ്ടതെല്ലാം കഴിഞ്ഞു. എന്നാലും ഒന്നും കണ്ടില്ല. ഇത് സാഹചര്യങ്ങളനുസരിച്ച് ഉണ്ടായി വരേണ്ട ചെയ്യുന്നത്. നമ്മൾ സ്വപ്നം കാണുന്നതല്ലല്ലോ സംഭവിക്കുന്നത്. ആഗ്രഹിച്ചതിൽ കൂടുതൽ വളർന്നു? വളർന്നിട്ടില്ല, ഇല്ല, വളർന്നിട്ട് തോന്നിയിട്ടില്ല. ഞാനിങ്ങനെ ഭാവിച്ചോ? ഇല്ല, ചോദിച്ചതാണ്. അതാ ചോദ്യം പിൻവലിച്ചു. അല്ല, അതാ ഞാൻ പറഞ്ഞു, ഇനിയൊരു കഥയും കൂടെ എഴുതണം, ഇനിയൊരു കഥയും കൂടെ ഒരു സിനിമ കൂടെ സംവിധാനം ചെയ്യണമെന്ന് ഇപ്പോൾ പ്ലാനില്ലേ? ഉടനെ സംവിധാനം ചെയ്യുന്നതിനെ പറ്റി ഉടനെ ഒരു പ്ലാനില്ല. ഇല്ല, ഇല്ല, സ്ട്രെയിൻ വേണ്ട. അത് എപ്പോഴെങ്കിലും സംഭവിച്ചേക്കെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതിനേക്കാളും കുറച്ചുകൂടെ സ്ട്രെയിൻ കുറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാനുണ്ട്. അത് പിന്നെ അഭിനയമുണ്ട്, ചില സിനിമകൾക്ക് വേണ്ടി എഴുതാനും ഉണ്ട്. തുടങ്ങിയിട്ടുണ്ടോ? അത് തുടങ്ങും അടുത്ത് തന്നെ. അതിനിടയ്ക്ക് ഒരു ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് വേറെ സിനിമയിൽ അഭിനയിച്ചില്ലേ? അതെ. അത് 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 അവർ വിളിച്ചുകൊണ്ടങ്ങ് പോയതാണോ? അതെ. ഈ അസുഖത്തെ എങ്ങനെ നേരിട്ടു? അതൊന്നും കുഴപ്പമില്ല. ഞാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ 5-6 പ്രാവശ്യം മരിച്ചു. അപ്പം മരണം എനിക്കിപ്പോൾ ഒരു വിഷയമല്ല. ബോധം പോയി, ശ്വാസം മുട്ടൽ വന്നിട്ട് ബോധം പോയപ്പോൾ അതൊക്കെ മരണമായിരുന്നു. ആ സമയം ഓർമ്മയുണ്ടോ? അത് എന്തായിരുന്നു? അതൊക്കെ ഓർമ്മയുണ്ട്. ആ അവസ്ഥ എന്താ? അത് ഭയങ്കര വേദന കൊണ്ട് ഞാൻ പൊളഞ്ഞിട്ടുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ വരെ എത്തൂല്ല എന്ന് ഞാൻ പേടിച്ചിട്ടില്ല. ഈ വേദന സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനേക്കാൾ നല്ലത് മരണം തോന്നും. ആ വേദന സഹിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്ന് തോന്നിയിട്ടുള്ള പല ഘട്ടങ്ങളുണ്ട്. അപ്പോൾ പിന്നെ മരണത്തെ പേടിയില്ലല്ലോ. മരിക്കാൻ പോകുമെന്ന് തോന്നി, ആശങ്കപ്പെട്ടു ആ ദിവസം? ആശങ്കയല്ല, ആശങ്കപ്പെടത്തില്ലെന്നറിയാം. അത് അങ്ങനെയൊന്നുമില്ല, അങ്ങനെ നമുക്ക് ആലോചിക്കാൻ പറ്റൂല. അപ്പോൾ വേദന വരുമ്പോൾ ഈ വേദനയേക്കാൾ നല്ലത് മരണം ഞാൻ അത് മാത്രമേ ചിന്തിക്കത്തുള്ളൂ. അതെ. അബോധാവസ്ഥയിലായിരുന്ന സമയത്തെ കുറിച്ച് അതെന്താ വല്ല നമുക്കൊന്നും അറിയത്തില്ല. എന്താ അവസ്ഥയിലേക്ക് എന്തായാലും ചിന്ത ഓർമ്മയുണ്ട് ആ സമയത്തെ കുറിച്ചില്ല? അതായത് ആദ്യം ഞാൻ ബോധം പോയിട്ട് എറണാകുളം മെഡിക്കൽ സെൻ്ററിൽ ആദ്യം പോയത്. അവിടെ ഇന്ന് പോയിട്ട് പിന്നെ ഞാൻ 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബോധം വരുന്നത്. അപ്പോൾ CPR ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. അതിന് ശേഷമാണ് ആൾക്കാർ പറയുന്നത്.
നെഞ്ചമർത്തിയിട്ട് ശ്വാസം തിരിച്ചെടുത്തിട്ടൊക്കെയാണ് ഞാൻ സർവൈവ് ചെയ്തത്. അതിനിടയിൽ ഞാൻ പോയാൽ ഞാൻ പോലും അറിയില്ല. അതിനെപ്പറ്റി എവിടെയായിരുന്നു അറിയില്ല ആ സമയത്ത്. അതെ അതെ. അങ്ങയുടെ വൈഫ് വളരെ ഇതായിട്ട് അങ്ങേ നോക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. പുള്ളിക്കാരത്തിയാണല്ലേ അങ്ങയുടെ ഒരു പിന്തുണ. ഇച്ചിരി സ്വാതന്ത്ര്യത്തിന് പിടിയുണ്ടെന്നേ ഉള്ളൂ. ഒന്ന് പറഞ്ഞ വൈഫിന്റെ ഒരു സംരക്ഷണത്തെ കുറിച്ച് എന്താ ഫീൽ ചെയ്യുന്നത്? പറയുന്നില്ല. നല്ലത് ഞാൻ പറയും, ഇല്ലെങ്കിൽ ഇത് കേട്ടിട്ട് ആൾക്കാർ അവളെ വിളിച്ച് കംപ്ലൈന്റ് പറയും. അതുകൊണ്ട് അവളില്ലായിരുന്നെങ്കിൽ ഞാനില്ലായിരുന്നു എന്ന് ഞാൻ പറയും. ജയരാജും ലാൽ ജോസും ഒക്കെ അങ്ങയുടെ തിരക്കഥകൾ കൊണ്ട് സിനിമക്കാരായതാണ് ഇല്ലേ? അങ്ങനെ എന്താണ് അങ്ങ ആ ഒരു ഇത് അങ്ങേക്കത് അവരുടെ സമീപനം എങ്ങനെയാണ്? അങ്ങേക്ക് അവരുടെ ഇതിനെക്കുറിച്ചുള്ള സമീപനം എന്താണ്? സിബി മലയിലിന്റെ ആദ്യത്തെ പടം ഞാനാണ് എഴുതിയത്. മുത്താരംകുന്ന് നിങ്ങൾ ആദ്യം അങ്ങനെ ലാൽ ജോസിന്റെ, ജയരാജിന്റെ, ഇവരുടെയൊക്കെ ആദ്യത്തെ പടം എല്ലാം ഞാനാണ് എഴുതിയത്. അങ്ങയുടെ മക്കള് സിനിമയിലേക്ക് വരുമെന്ന് അങ്ങേക്ക് അങ്ങയുടെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ. എന്താ വേണ്ട, ശ്രീനിയേട്ടന്റെ മക്കള് ഞാൻ പൊതുവേ അങ്ങേതാണ് പലരോടും പറയുന്നത്. അത് ശ്രീനിയേട്ടന്റെ മക്കള് എന്റെ അടുത്ത് വേണ്ട, സോറി. അങ്ങയോട് എനിക്ക് അപേക്ഷയുണ്ട്. അങ്ങയുടെ വേണ്ട. ശരി, പിൻവലിച്ചിരിക്കുന്നു. ശ്രീനിയേട്ടന്റെ മക്കള് സിനിമയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ, ആഗ്രഹിച്ചിരുന്നോ? ആദ്യമായിട്ട് വിനീതിനെ കൊണ്ട് ഒരു പാട്ട് പാടിക്കൊള്ളുന്ന എന്നോട് ആദ്യം പറഞ്ഞത് പ്രിയദർശനം. എന്നോട് പ്രിയദർശന തിയേറ്റർ ഉണ്ട് ചെന്നൈയിൽ. അവിടെ റെക്കോർഡിങ് തിയേറ്ററിൽ വന്നിട്ട് അവനോട് രണ്ടുപേര് പാടി വെക്കാൻ പറയാം, മ്യൂസിക് ഡയറക്ടേഴ്സുകാരും കേൾപ്പിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വിനീതിനോട് പറഞ്ഞു, ഇങ്ങനെ പ്രിയനങ്കിള് ചെന്നിട്ട് അവിടെ പാടാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. കുറേ ദിവസം കഴിഞ്ഞിട്ട് പ്രിയനോട് പറഞ്ഞു ഞാൻ വന്നില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഇവനോട് എന്താ പിന്നെ പുള്ളി പറഞ്ഞിട്ട് കേൾക്കാത്തത്? അങ്ങനെ ഞാൻ പോയി പാടി. പക്ഷേ പ്രിയൻ വിദ്യാസാഗർ എൻ്റെ അടുത്ത് പ്രിയൻ പറഞ്ഞത്, എനിക്കോ ശ്രീനിക്കോ അങ്ങനെ വിനീത് പാടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഈ ശബ്ദം കേട്ട് നോക്കും, ഈ പാട്ട് പാടാൻ അവൻ്റെ ശബ്ദം പറ്റുന്നതാണെങ്കിൽ പാടിച്ചെന്ന് പറഞ്ഞു. എന്നിട്ടാണ് കിളിച്ചുണ്ടൻ മമ്പഴം എന്ന് പറഞ്ഞ പടത്തിൽ അവൻ പാടിയത്. വിദ്യാസാഗർ ഓക്കെ പറഞ്ഞു. അതെ. ഒത്തിരിയാണ് താരം എന്ന് പറഞ്ഞ സിനിമയിൽ അതിൻ്റെ റെക്കോർഡിങ്ങിനെ പറ്റി ആലോചിക്കുമ്പോൾ എന്നോട് റോഷൻ ആൻഡ്രൂസ് പറഞ്ഞ് ഒരു പാട്ട് വിനീതിനെ കൊണ്ട് പാടിക്കണമെന്ന് പറഞ്ഞു. അന്ന് വിനീത് പാട്ടുകാരനായി അറിയപ്പെടുന്നുണ്ടോ? അപ്പോൾ കിളിച്ചുണ്ട് മാമ്പഴത്തിൽ പാടിയല്ലോ. അല്ല, അത് വരുന്ന സമയത്ത് പ്രിയനറിയാം വിനീത് പാടുമെന്ന്. എന്നിട്ടോ? അപ്പോൾ ഇവന് മാപ്പിളപ്പാട്ടിൽ സ്റ്റേറ്റ് ഫസ്റ്റ് ഒക്കെ കിട്ടിയിരിക്കുക. അപ്പം ഞാൻ റോഷനോട് പറഞ്ഞു, റോഷൻ്റെ ആദ്യത്തെ സിനിമയാണ്, ഞാൻ കുറച്ച് കാലമായിട്ട് സിനിമയിലുണ്ട്, അപ്പോൾ എൻ്റെ സ്വാധീനം ഉപയോഗിച്ച് എൻ്റെ മകനെ കൊണ്ട് പാടിച്ചതായിരിക്കുമെന്ന് ആൾക്കാർ വിചാരിക്കും. അതെനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് അവൻ പാടണമെന്ന് പറഞ്ഞു. അപ്പോൾ റോഷനോട് പറഞ്ഞു, ഞാൻ പലപ്പോഴും വീട്ടിൽ വന്നിട്ടുണ്ട്, ചെന്നൈയിൽ വന്നിട്ടുണ്ട്, ശരിയാണ്. അപ്പോൾ അവന് ഞാൻ വാക്ക് കൊടുത്തു അവനെക്കൊണ്ടൊരു പാട്ട് പാടിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പറഞ്ഞു. അതിന് തടസ്സം നിൽക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ പടത്തിൽ പാടിയത്. അച്ഛൻ പാര വെച്ചിട്ട് ഏറ്റില്ല. പിന്നെ അവൻ അങ്ങ് പതിയെ സിനിമ പാട്ടിലേക്ക് മാറി. അതെ അതെ അതെ. അപ്പം അഭിനയത്തിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ടോന്ന് അറിഞ്ഞിട്ടില്ലായിരുന്നു. അവൻ അഭിനയിക്കാൻ അറിയാമെന്ന് അറിയത്തില്ലായിരുന്നു. ഇല്ല. പക്ഷേ
മകൻ്റെ അച്ഛനിൽ അവനെ അഭിനയിച്ചു. ആ അതെ, അത് ഞാൻ തന്നെ എഴുതിയാണുണ്ട്. ഓ, പിന്നെ ഇവനിങ്ങനെ ഇത്രയും സിനിമയിൽ ഇത്ര ഇതാവൂന്ന് കരുതി ഒരു സഹായം ചെയ്യാതെ തന്നെ അവരുടെ വഴിക്ക് വന്നു. അതെ അതെ, അതാണ് ശരിക്കും. ആദ്യത്തെ സിനിമയ്ക്ക് എൻ്റെ കുറേ സഹായമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് പിന്നെ ഇല്ല. അച്ഛനോട് സഹായം ചോദിക്കാറുണ്ടോ മക്കള്? അല്ല, ധ്യാനൊന്നും ചോദിച്ചില്ല. ധ്യാൻ എങ്ങനെയാ സിനിമയിൽ വന്നത്? ധ്യാൻ അവൻ വേറെന്തൊക്കെ ചെയ്തോണ്ടിരിക്കല്ലായിരുന്നു? അല്ല, തിരയിൽ അഭിനയിച്ചിട്ടാണല്ലോ വരുന്നത്. അതെ, അത് വിനീതിന്റെ പടമല്ലേ. ഓ, അങ്ങനെ എത്തി. അപ്പൊ ധ്യാനിന് അതിന്റെ ഒരു സ്കോപ്പ് ഉണ്ടെന്ന് തോന്നിയിരുന്നോ അഭിനയിക്കാൻ? എനിക്ക് തോന്നിയില്ല. അവൻ സിനിമാക്കാരനാവുന്ന കരുതിയേയില്ല. ഇല്ല ഇല്ല ഇല്ല. അവൻ സ്വന്തമായിട്ടൊരു ഷോർട്ട് ഫിലിം എടുത്തു. അത് വിനീത് അതിന് കാശ് മുടക്കി. അപ്പൊ വിനീത് കണ്ടു ഇവന്റെ ഇവന്ന് അഭിനയിച്ചിട്ടുണ്ടതിൽ. അങ്ങനെയാണ് തിരയിൽ അഭിനയിപ്പിച്ചത്. അനിയൻ രക്ഷപ്പെടട്ടെ എന്നോർത്ത് ചേട്ടൻ ചെയ്തതാണ്. പക്ഷെ അത് ക്ലിക്കായി. അനിയനാണോ ചേട്ടനാണോ? ഈ ധ്യാൻ ഒരഭിപ്രായം ചോദിക്കാറില്ല. ഇല്ല, ധ്യാനോടൊന്നും ചോദിക്കാറില്ല. അത് സഹായം കൊടുക്കാത്തോണ്ടായിരിക്കും, തന്നെ വന്നോണ്ടായിരിക്കും. അളിയൻ സിനിമക്കാരനല്ലേ എം മോഹനൻ. അദ്ദേഹത്തോട് കൂടിക്കഴിഞ്ഞപ്പോൾ വേറെ ആരുടെ ആവശ്യമില്ലല്ലോ. അദ്ദേഹം സിനിമയിൽ അങ്ങയുടെ ഹെൽപ്പിന് വേണ്ടി വന്നില്ലെന്ന് തോന്നല്ലേ എം മോഹനന്? അല്ല, അതായത് സത്യൻ്റെ കൂടെ ഒന്ന് രണ്ട് പടങ്ങളിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓ, അത് ഞാൻ പറഞ്ഞിട്ടാണ്. അത്രേ ഉള്ളൂ. നമ്മൾ പറയും, പക്ഷെ ബാക്കി അവർ വഴി നോക്കി പോക്കണം. അതെ അതെ അതെ. അതുകൊണ്ട് ഇനി ചെയ്യേണ്ടത് നിങ്ങളെല്ലാം കൊണ്ട് സിനിമ എടുക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടും രാഷ്ട്രീയക്കാരനായില്ല? ശരിക്കും പറഞ്ഞാൽ സിനിമ ഒരു വശത്ത് പോകുമ്പോഴും അങ്ങയുടെ സിനിമയിൽ മുഴുവൻ ഈ സമൂഹത്തിൻ്റെ തിന്മകൾക്കെതിരെ പ്രതിഷേധമുണ്ടായിരുന്നു, കാപട്യത്തിനെതിരെയുള്ള ശബ്ദം ഉണ്ടായിരുന്നു. അങ്ങയുടെ സിനിമയുടെ 3 പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒന്ന് ഈ കാപട്യമാണ് അങ്ങ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സംസാരിക്കുമ്പോഴും അത് സിനിമയുമാണ്. പിന്നെ സാധാരണക്കാരുടെ ജീവിതത്തിലെ സാധാരണ സംഭവങ്ങളാണ്. മാത്രമല്ല അങ്ങേക്ക് രാഷ്ട്രീയ ഒരു പ്രതികരണ ശേഷിയുണ്ട്. ഇതെല്ലാം നല്ലൊരു രാഷ്ട്രീയക്കാരൻ്റെ ലക്ഷണമാണ്. പിന്നെ എന്തുകൊണ്ട് അങ്ങൊരു സജീവ രാഷ്ട്രീയക്കാരനായി വന്നില്ല? പിന്നെ ഒരു പാർട്ടിയുടെ ആൾക്കാർ പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എന്നെ വിളിച്ചിരുന്നു. ഞാൻ ചെന്താ ഇത്തവണ ഒരു കാൻഡിഡേറ്റ് ആയിക്കൂടെ? ഏത് പാർട്ടി? ഒരു പാർട്ടിയാ? ഞാൻ പറഞ്ഞ് അതിനുള്ള യോഗ്യതയും പിന്നെ മിടുക്കുമൊന്നും എനിക്കില്ല എന്നത്. അപ്പോൾ പുള്ളി പകുതി തമാശയായിട്ടും പകുതി കാര്യമായിട്ട് എന്നോട് പറഞ്ഞു, മഹാമാൻ അങ്ങനെയല്ലേ പറയൂ. ഞാൻ പറഞ്ഞു, അങ്ങനെ പരിഹസിക്കുന്നതിൽ എനിക്ക് പരിഭവമൊന്നുമില്ല. പക്ഷെ ഞാൻ 25 കൊല്ലം മുമ്പ് ആലോചിച്ച് നോക്കിയതാണ്. ഏതെങ്കിലും കാലത്ത് രാഷ്ട്രീയക്കാരനോ അല്ലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആരുടെ നിർദ്ദേശം വരികയാണെങ്കിൽ എൻ്റെ അഭിപ്രായം എന്താണെന്ന് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ അങ്ങനെ ഒരാളായിട്ട് എൻജോയ് ചെയ്ത് എനിക്ക് ആ ജോലി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പറ്റില്ല എന്നാണ് 25 കൊല്ലം മുമ്പ് എനിക്ക് തോന്നിയത്. അപ്പോൾ പുതിയതായിട്ടത് അഭിപ്രായം മാറ്റണമെന്ന് തോന്നുന്ന ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇപ്പം അത്രേ ഉള്ളത്. അങ്ങനെ തള്ളിക്കളഞ്ഞു? തള്ളിക്കളഞ്ഞു. അന്ന് ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ജയിച്ചോ? ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ജയിച്ചു. അപ്പോൾ MLA ആവേണ്ടതായിരുന്നു? ആയിരുന്നു. അത് വേണ്ടെന്ന് വെച്ചു? വേണ്ടെന്ന് വെച്ചു. ഇനിയും രാഷ്ട്രീയത്തിൽ വരാൻ പ്ലാനുണ്ടോ? ഇല്ല ഇല്ല. അങ്ങ് 2020 പരസ്യമായി പിന്തുണ കൊടുത്തു. ഇപ്പോഴും ആ നിലപാടിലാണോ? ഇപ്പോഴും. എന്താ കാരണം? എനിക്ക് അരവിന്ദ് കെജ്രിവാളിന്റെ സംഗതികൾ ഇഷ്ടമാണ്. സാധാരണ നമ്മുടെ രാഷ്ട്രീയക്കാർ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അത് തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യണം, പ്രസംഗിച്ചാൽ പോലെ അത് ചെയ്യട്ടെ, അത് ചെയ്ത് തെളിയിക്കട്ടെ. അതേപോലെ തന്നെ 2020 കാര്യം ഒരു പ്രതീക്ഷയാണ്. അവർക്ക് വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല. കാശ് വേണ്ട. അവർ ജനങ്ങൾക്ക് നന്മയുള്ള കാര്യങ്ങളെ ചെയ്യേണ്ട കാര്യം അവർക്കുള്ളൂ. അതേ അവർ ഇതുവരെ ചെയ്തിട്ടുള്ളൂ.
അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടം. കേന്ദ്ര സർക്കാരിനെ എങ്ങനെ വിലയിരുത്തുന്നു? മോദിയെ എനിക്ക് താല്പര്യമില്ല. ഇല്ല, അഭിപ്രായം പറയാൻ താല്പര്യമില്ല എന്നോ? അല്ല, അഭിപ്രായമല്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോൾ ആദ്യം ഓസ്ട്രേലിയ പോകുമ്പോൾ കൂടെ പോയ ആളാണ് അദാനി എന്ന് പറയുന്നയാൾ. ഓസ്ട്രേലിയയിലെ ഖനികൾ ഏതൊക്കെ തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഗവൺമെൻറ്റിനെ പരിചയപ്പെടുത്താനും ഇയാൾക്ക് ഉപകാരം ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് കൊണ്ടുപോയതെന്നാണ് രാഷ്ട്രീയക്കാരൻ എന്നോട് പറഞ്ഞത്. അങ്ങനെ അതേ അദാനിയെ വിഴിഞ്ഞം പോർട്ട് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്താണ് കൊടുക്കുന്നത്. അതിൻ്റെ ഡിസ്കഷൻ നടന്നത് ഇദ്ദേഹം മോദി ഏർപ്പാട് ചെയ്തിട്ട് KV തോമസിൻ്റെ വീട്ടിലാണ്. രാഷ്ട്രീയക്കാർ പറഞ്ഞത് ഉമ്മൻചാണ്ടിയും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊക്കെ വന്നിട്ടാണ് അവിടെ ചർച്ച ചെയ്ത് ഡീൽ ഉറപ്പിച്ചത്. തെരഞ്ഞെടുപ്പിന് പൈസ വേണ്ടേ? കോടികൾ കൊടുത്തിട്ടാണ് അദാനി വിഴിഞ്ഞം പോർട്ട് കൈകളിലാക്കിയെന്നാണ് പറയുന്നത്. പക്ഷെ വൻകിട പദ്ധതിയൊക്കെ വേണ്ടേ നമുക്ക്? തൊഴിൽ വേണമെങ്കിൽ, വളരണമെങ്കിൽ. വളരണമെങ്കിൽ പണം വാങ്ങിച്ചാണ് ചെയ്യുന്നതെന്ന് മാത്രം. അതായത് അതാണ് എതിർപ്പ്. അതിനോട് എതിർപ്പ്, പണം ഇടപാട് ഡീല് നടത്തുന്നതിനോട് എതിർപ്പ്. വികസന പദ്ധതി. അപ്പൊ അതാണ് ചോദിച്ചത്, നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുമല്ലോ, എന്ത് ഞാൻ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞത് അത് നമുക്ക് ഡീൽ ചെയ്യാമെന്ന്. എൻ്റെ ഉമ്മൻചാണ്ടിയാണ് കോടിയേരിയും അദാനി തമ്മിലുള്ള മീറ്റിംഗ് ദുബായിൽ വെച്ച് അറേഞ്ച് ചെയ്ത് കൊടുത്തത്. അങ്ങനെ അവരുടെ ഡീൽ ഉറപ്പിച്ചു. അപ്പോൾ എല്ലാവരും ഭാഗമായല്ലോ. ഓക്കെ, ഞാൻ മനസ്സിലാക്കി. പിന്നെ കേരള സർക്കാരിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലല്ലോ. അതെ അതെ, പ്രത്യേകിച്ച് പറയാതിരിക്കുകയാണല്ലോ നല്ലത്. ഇല്ല അപ്പൊ അത് നമ്മൾ കണ്ടല്ലോ. അതെ, ഓരോ സമയത്തും അവിടെ തൊഴിലാളികൾ പട്ടിണി കിടക്കുന്ന, പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു, അവരെ വീടുകൾ തകരുന്നു, സമരം ചെയ്യുന്നു. പിന്നെ ഭരിക്കുന്ന ആൾക്കാർ നിസ്സംഗത ഭരിക്കുന്നു. ഒന്നിലും ഒരു അത്ഭുതമില്ല. അതെ അതെ. ഇപ്പം നമ്മുടെ ഗവർണറുടെ ഷൈൻ ചെയ്യുന്ന കാണാറില്ലേ? കൊള്ളാം, അങ്ങനെ ഇഷ്ടപ്പെടില്ലേ? അങ്ങനെ നമുക്കൊന്നും അറിഞ്ഞുണ്ടോ അതിനെ പറ്റിയിട്ട്? ഇത് മൊത്തം നാടകമെന്നില്ല ചില ആൾക്കാർ പറയുന്നു. നാടകമാണ്. അതെ, ആർക്കറിയാം. ഒരാളെ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്താ ഉദ്ദേശിക്കുന്നത്? പുറത്ത് ബഹളം വെച്ചിട്ട് പിന്നെ പോയി കെട്ടിപ്പിടിക്കും. അതെ. സുരേഷ് ഗോപി ഇപ്പൊ തൃശ്ശൂരിൽ ഭയങ്കര ഷൈനിങ് ആണ്. പ്രതീക്ഷ ഉണ്ടോ സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കുക? അയാൾ അറിയാമോ? പേഴ്സണലി ബന്ധം എങ്ങനെയാണ് സുരേഷ് ഗോപി? പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ് സുരേഷ് ഗോപി. ആണോ? ഈ സിനിമാറ്റിക് സംസാരിക്കുന്നുള്ളൂ, പക്ഷെ പേഴ്സണൽ വ്യക്തിപരമായി വ്യക്തിപരമായിട്ട് അടുപ്പമുണ്ട്. നല്ല മനുഷ്യനാണ്. മറ്റുള്ളവരുടെ എത്രയോ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ അയാൾ എത്രയോ മേലെയാണ്. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. രാഷ്ട്രീയത്തോട് യോജിപ്പില്ലായിരിക്കും. രാഷ്ട്രീയം എന്തോ ആവട്ടെ, അയാളുടെ വ്യക്തി എന്ന നിലയിലുള്ള കാര്യം ഞാൻ പറഞ്ഞത്. അയാൾ ഈ മറ്റുള്ളവരെ സഹായിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ്. നല്ല ആത്മാർത്ഥമായിട്ടാണ്, നല്ല മനുഷ്യനാണ്. എനിക്ക് പണ്ടേ അറിയാം. തൃശ്ശൂർ അയാൾ ജയിക്കുന്ന പറയുന്നത്. എനിക്ക് ജയിച്ചാൽ കൊള്ളാതെയോ ഓക്കെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഇന്നസെന്റുമായിട്ടുള്ള അടുപ്പം എങ്ങനെയായിരുന്നു? ഇന്നസെൻ്റായിട്ട് നല്ല അടുപ്പായിരുന്നു. നമ്മുടെ പകുതി ഭാഗം പോയ പോലെ പുള്ളിയുടെ മരണം എന്ന് പറയുന്നത്. പുള്ളിയുടെ രാഷ്ട്രീയം ഒരു തടസ്സമായിരുന്നില്ല അങ്ങേക്ക്? രാഷ്ട്രീയം പുള്ളിയുടെ, അതായത് പുള്ളി രാഷ്ട്രീയത്തിൽ വരുന്നതിനോട് എനിക്ക് എതിർപ്പുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി കഴിഞ്ഞ തവണ ഈ ലാസ്റ്റല്ല, അതിന് മുമ്പത്തെ തവണ പുള്ളി മത്സരിക്കുകയോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളും ഡെയിലി പത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു ദിവസം പുള്ളി എന്നെ വിളിച്ചു. പുള്ളിനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ നീ പത്രമൊന്നും വായിക്കാറില്ലേ? പത്രം വായിക്കാറുണ്ട്. അതിൻ്റെ എന്താണ് നീ ഒന്നും വിളിച്ചില്ലല്ലോ? ഞാൻ പറഞ്ഞ് എനിക്ക് പത്രത്തിൽ താല്പര്യമുള്ള വിഷയങ്ങളെ വായിക്കാറുള്ളൂ ഞാൻ. ശരിയെന്ന് പറഞ്ഞ് പുള്ളി വെച്ച് കളഞ്ഞ്.
പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്യുമോ? ഞാൻ പറഞ്ഞ് ചെയ്യാന്ന് പറഞ്ഞു. നിനക്ക് എൻ്റെ നിയോജക മണ്ഡലത്തിൽ പെടുന്ന ആരെങ്കിലും നിൻ്റെ പരിചിത വലയത്തിലുണ്ടെങ്കിൽ അവരോടൊന്ന് എനിക്ക് വോട്ട് ചെയ്യാൻ പറയാന്ന് പറഞ്ഞു. അത് ഞാൻ പറയാന്ന് പറഞ്ഞു. പറഞ്ഞു ഇല്ല, ആരുമില്ല. ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ അല്ലേ? ഉണ്ടെങ്കിൽ പറഞ്ഞു ഇല്ലായിരുന്നു, സത്യം. അവിടെ ആരും പറഞ്ഞില്ല. ഇല്ല. ഇത്രയും കൂട്ടായിട്ടും പ്രചരണത്തിന് പോവാഞ്ഞേ? പുള്ളിയോട് പ്രചരണത്തിന്റെ കാര്യം വിളിച്ചാൽ ഞാൻ പോകില്ലെന്ന് പുള്ളിക്ക് തോന്നിയുകൊണ്ട് എന്നെ വിളിച്ചില്ല. വിളിച്ചാ പോയനെയോ? ഇല്ല, ഞാൻ പുള്ളി അന്ന് ആ പാർട്ടിയിൽ മത്സരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. പുള്ളിക്ക് തന്നെ ആ പാർട്ടിയോട് വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നതാ കേട്ടോ. അതെ 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 അതെ, പുള്ളി പറഞ്ഞിട്ടുണ്ടോ? ശരിയാണ്, എനിക്കറിയാം. അറിയാം. പുള്ളിയുടെ രാഷ്ട്രീയം എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു അവസരം കിട്ടി നിന്നു. അത്രേ ഉള്ളൂ. പുള്ളി പക്ഷേ എന്താ വെച്ചാൽ ഒരു ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിയോട് കുറച്ച് എതിർപ്പാണ് ഈ കാര്യത്തിൽ നിന്ന് പുള്ളി മനസ്സിലായല്ലോ. പുള്ളി എന്നോട് ഒരു ദിവസം തൃശ്ശൂർ വെച്ച് കണ്ടപ്പോൾ എന്നെ കുറച്ച് ദൂരത്തേക്ക് പറ്റിക്കൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞു, എടാ നീ ഒരു കാര്യമാണ്, പെൻഷൻ 30,000 രൂപ പെൻഷൻ കിട്ടുമെന്ന് പറയുന്നത് എം പിക്ക്. അത്തരം കാര്യങ്ങളിലാണ് പുള്ളിക്ക് ഇൻട്രസ്റ്റ്. നെടുമുടി വേണുമായിട്ടുള്ള അടുപ്പം എങ്ങനെയായിരുന്നു? നല്ല അടുപ്പായിരുന്നു. അത് ഇന്നസെൻറ്റിൻ്റെ കാര്യം പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ അടുപ്പാണ്. അതായത് ഒരു കാലം ഉണ്ടായിരുന്നു, പുള്ളിയുടെ തമ്പ് എന്ന് പറഞ്ഞൊരു സിനിമയില്ല, പുള്ളി താമസിക്കുന്ന വീടിൻ്റെ പേര് തമ്പ്. ഞാൻ തിരുവനന്തപുരത്ത് ചെന്നാൽ എനിക്ക് ധൈര്യമായിട്ട് പുള്ളിയുടെ തമ്പിലേക്ക് കയറി ചെല്ലാം. അവിടെ ഹോട്ടലിൽ മുറി എടുക്കണ്ട, എൻ്റെ വീട്ടിൽ പോകുന്നവരെ എനിക്ക് അവിടെ പോവാം, അവിടെ ഭക്ഷണം കിട്ടും, താമസിക്കാം. അങ്ങനെ ഒരു സ്ഥലമായിരുന്നു. അവിടെ ഒരു ദിവസം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രാജീവ്നാഥ് അവിടെ വന്നു. അവിടെ വന്നപ്പോൾ കുറേ സിനിമയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് 29-ാം തീയതി നമ്മൾ ഷൂട്ടിങ് തുടങ്ങുന്നത്, അതുകൊണ്ട് അമ്മാവൻ നെടുമുടിനെ വിളിക്കുക, അമ്മാവൻ 28-ന് വൈകുന്നേരം തന്നെ എത്തണം. അതുകൊണ്ട് ബാക്കിയെല്ലാം പറഞ്ഞ പോലെ എനിക്ക് 2-3 നാളെ കാണണം, ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവും. ശരി, കാണാമെന്ന് തൊട്ട് പുള്ളി അവിടെ ഇരുന്നു നെടുമുടി. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞ സമയത്ത് ഭരതേട്ടൻ്റെ ഏതൊരു പടമുണ്ടല്ലോ, അതിന് ഡേറ്റ് കൊടുത്തതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്. അതെ. അപ്പോൾ പിന്നെ ഇങ്ങനെ 28-ാം തീയതി കുട്ടനടുപ്പ്, അല്ല ഈ ഇദ്ദേഹത്തിന് നമുക്ക് ഏത് ഡേറ്റും കൊടുക്കാം, നടക്കൂല്ലാത്ത ഏത് ഡേറ്റും കൊടുക്കാം, നടക്കില്ല. എൻ്റെ കൂടെ ഒരു പയ്യൻ വന്നിട്ടുണ്ട്. ആ, നമ്മുടെ കൊല്ലം അഞ്ചലുകാരനാണ്. അപ്പൊ ലോ അക്കാദമിയിൽ ലോ പഠിക്കുകയാണ്. നമ്മുടെ നല്ല മിടുക്കൻ പയ്യനാണ്. നമ്മൾ ഇടയ്ക്ക് ഓഫീസിലൊക്കെ വരാറുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് ശ്രീനേട്ടനെ കാണാൻ പോരുമെന്ന് പറഞ്ഞപ്പം അവനും പറഞ്ഞു ഞാനും വരട്ടെ എന്ന്. വന്ന വഴിക്ക് അവന്റെ മോഹം എനിക്ക് മനസ്സിലായി, ശ്രീനേട്ടനെ കണ്ടാൽ ഒരു അവസരം കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ എന്നാലും അവരൊരു പരിചയപ്പെടുത്താം. ശ്രീനേട്ടനോട് അവസരം ചോദിച്ചാൽ ചീത്ത കേൾക്കുമെന്ന് എനിക്കറിയാം. എടാ വാടാ ഒന്ന് ശ്രീനേട്ടൻ, ഇവരാണ് ഇരിക്കടാ. ഇവന് ഒരു അവസരം കിട്ടാൻ എന്താ വഴി? ഇവൻ നല്ല സുന്ദരനാന്നാ ഞങ്ങളൊക്കെ കാണുന്നത്. എന്താ പറഞ്ഞത് ശ്രീനേട്ടന്? അവസരം കിട്ടാൻ സൗന്ദര്യം മാത്രമാണോ വേണ്ടതെന്ന് എനിക്കറിയില്ല. അഭിനയിക്കുന്നോ പറയുന്നത്? പക്ഷെ എനിക്ക് നായകനായിട്ടൊരു സിനിമയിൽ അവസരം കിട്ടി. ബക്കറിന്റെ സിനിമ, പി എ ബക്കറിന്റെ സംഘഗാനം എന്ന് പറയുന്ന സിനിമയിൽ പിന്നെ അഭിനയിക്കാനാണോ എന്നെ വിളിച്ചതെന്ന് അറിയാത്ത ഒരു സംഭവമുണ്ട്. എന്നോട് പറഞ്ഞ് വരുന്ന തിങ്കളാഴ്ച ഒന്ന് ഇവിടം വരെ വരുമെന്ന് എന്നോട് ബക്കറിജി പറഞ്ഞു. അന്ന് ശ്രീനേട്ടൻ നാടകം അഭിനയിക്കുന്ന സമയമാണോ? അല്ല, അത് നാടകത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന സമയമാണ്. അങ്ങനെ ഞാൻ തിങ്കളാഴ്ച അവിടെ എത്തിയപ്പോൾ, കോഴിക്കോട് ഹോട്ടലിൽ എത്തിയപ്പോൾ
അവിടെ പിന്നെ ഒരു ഷൂട്ടിങ്ങിൻ്റെ യൂണിറ്റ് ആൾക്കാരും ഒക്കെ തിരിഞ്ഞ് കളിക്കുന്നത് അതിൻ്റെ സന്നാഹങ്ങളും ഒക്കെ കണ്ടു. അപ്പോൾ എൻ്റെ കൂടെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ച അയ്യൂബിനെ ഞാൻ കണ്ടിട്ട് ഞാൻ ചോദിച്ചു, ഇവിടെ എന്താ ഒരു പരിപാടി ഇങ്ങനെയൊക്കെ കാണുന്നു. അല്ല, അപ്പൊ വിളിച്ചപ്പോ അറിയത്തില്ല അഭിനയിക്കാൻ? അറിയില്ല. എന്താ ബക്കർ പറഞ്ഞ വരാനേ പറഞ്ഞുള്ളൂ? വരാനേ പറഞ്ഞു. അപ്പൊ എന്താ വിചാരിക്കുന്നത്? ഒന്നും അറിയത്തില്ല. ഒന്നും അറിയില്ല, എന്തോ ആണെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു അല്ല, അപ്പൊ തന്നോട് പറഞ്ഞില്ലേ? ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഇല്ല, ഇവിടെ സംഘഗാനം എന്ന് പറഞ്ഞിട്ടൊരു പടത്തിൻ്റെ ഷൂട്ടിങ് തുടങ്ങുകയാണ്, താനാണ് അതിൽ പ്രധാന റോള് ചെയ്യുന്നത്. പ്രധാന റോള്? അതെ. അപ്പം ഞാൻ പറഞ്ഞു അതെന്താ ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്നത്? സാധാരണ അദ്ദേഹത്തിൻ്റെ പടങ്ങളിലൊക്കെ ഹരിയാണല്ലോ നായകനായിട്ട് അഭിനയിക്കുന്നത്. അല്ല, ഹരിക്ക് തൻ്റെ അത്രയും ദാരിദ്ര്യ ലുക്കില്ല എന്നാണ് പറയുന്നത്, അതുകൊണ്ട് താൻ തന്നെ അഭിനയിക്കണമെന്ന് പറയും. അപ്പൊ അതാണ് എൻ്റെ അനുഭവം. അതുകൊണ്ട് ഇവന്റെ കാര്യത്തിൽ അത് പാടല്ലേ? അതെ. അപ്പൊ ദാരിദ്ര്യ ലുക്കാണെങ്കിൽ ദാരിദ്ര്യ ലുക്കാണെങ്കിൽ ഞാൻ പറയായിരുന്നു എനിക്ക് കിട്ടാൻ സാധ്യത പോലത്തെ റോളുകൾ കിട്ടുമായിരുന്നു. തീർന്നടാ. ഞാനൊരു ആശംസയൊക്കെ കൊടുക്കേ, രക്ഷപ്പെട്ടു പോയാലോ. നന്നായി വരട്ടെ. അപ്പൊ എന്നാ ശരി. എന്താ പേര്? ബോബി. 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 എന്തായാലും അങ്ങയുടെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമ്മൾ ഒരുപാട് പറഞ്ഞു. അങ്ങയുടെ എനിക്ക് അങ്ങ് ഒരു സിനിമ കഥയും തിരക്കഥയും അങ്ങ് എഴുതണമെന്നും ആ സിനിമ ഹിറ്റാവണമെന്നും സംവിധാനം വേണ്ട, അങ്ങ് അതിൽ അഭിനയിക്കണമെന്നും വലിയ ആഗ്രഹമുണ്ട്. നമുക്ക് കാണാം. ഞാൻ ഇതിലെ വരുമ്പോൾ കാണാൻ വരാം. തീർച്ചയായും ഇടയ്ക്ക് വരും. സന്തോഷം. എന്തെങ്കിലും ഉണ്ട് എന്റെ നമ്പർ ഞാൻ റോബിൻ തരും. ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. സന്തോഷം. എനിക്ക് വേണ്ടത് പൈസ. മക്കള് രണ്ടുപേരും തടംമാര്, അഭിനേതാക്കളെ. അതൊക്കെ ആയിക്കോട്ടെ, അവരുടെ അടുത്ത് കാശില്ല തരാൻ. കാശില്ല, വേറെ വല്ല മാങ്ങാപ്പഴോ ചക്കപ്പഴോ ഒക്കെ കൊണ്ടുതരാം.